പേര് സനൂപ്. വിയൂർ സെൻട്രൽ ജയിലിലെ PD ടീച്ചറാണ്. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും ഒക്കെ നോക്കുന്നതാണ്. ഇത് നമ്മുടെ ജയിലിൻ്റെ മാതൃകയാണ്. ജയിലിൻ്റെ മാതൃക എന്ന് പറഞ്ഞാൽ നമ്മൾ വിയൂർ സെൻട്രൽ ജയിലിൽ പുറത്തുനിന്ന് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നതൊക്കെ. അതിൻ്റെ ഉള്ളിലെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണത്. അത് മെയിൻ എൻട്രൻസ് ആണ്. കയറി വരുമ്പോൾ പിന്നെ ഇങ്ങനെ ബ്ലോക്കുകൾ കാണാം. ഏകദേശം കണ്ടില്ലേ, ബ്ലോക്കുകളാണ്. ഈ ബ്രൗൺ കളറിലുള്ളതൊക്കെ ബ്ലോക്കുകളാണ്. അവിടെയാണ് അദ്ദേഹത്തിനെ താമസിപ്പിക്കുന്നത്. ഇതൊക്കെ പുതിയ ബിൽഡിങ്ങുകളാണ്, പുതിയ ബ്ലോക്കുകളാണ്. പിന്നെ അതുപോലെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന യൂണിറ്റ് അവിടെ ഉണ്ട്. മോഡേൺ കിച്ചൺ ഉണ്ട്, ഈ സൈഡിൽ കാണുന്ന മോഡേൺ കിച്ചണാണ്. പിന്നെ അതുപോലെ 15,000-ഓളം പുസ്തകമുള്ള ലൈബ്രറി ഉണ്ട്. ഇവർ ധരിക്കുന്ന വെള്ള ഡ്രസ്സ് കണ്ടിട്ടില്ലേ, ഷർട്ടാണെങ്കിലും മുണ്ടാണെങ്കിലും ഉണ്ടാക്കുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ അവർക്കുള്ള ജമക്കാളം കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പുറത്തുള്ളത് നമ്മുടെ മോഡേൺ ഇൻ്റർവ്യൂ ഹാളാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഗ്ലാസ്സിനപ്പുറത്തപ്പുറത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുന്നത്. ആ രീതിയിലുള്ള ഇൻ്റർവ്യൂ സംവിധാനമാണ് ഇപ്പോൾ. കാരണം കൂടുതലും ആൾക്കാർ അവരെ ബന്ധുക്കളെ അവർക്ക് നേരിട്ട് കാണാൻ പറ്റും. സംസാരിക്കുന്നത് ഫോണിലൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ ഉള്ളിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ 10 പേരോളം അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ടവറുണ്ട്. ഇവിടെ മെൻ്റൽ ഹെൽത്ത് സെൻ്റർ ഉണ്ട്. മാനസിക അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരെ മാറ്റി പാർപ്പിക്കുന്ന സ്ഥലം. പിന്നെ ഇത് കണ്ടില്ലേ, ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെ അമ്പലവും ചർച്ച് പള്ളി എല്ലാം കൂടെ ഒരൊറ്റ ബിൽഡിങ്ങിലാണ്. അതുപോലെ വോളിബോൾ കോർട്ടുണ്ട്, ഓഡിറ്റോറിയം അവിടെ കാണുന്നുണ്ട്. പിന്നെ ആ കാണുന്ന ഭാഗം വനിതാ ജയിലിൻ്റെ ഭാഗമാണ്. അതിൻ്റെ എൻട്രൻസ് അവിടെയാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഒരു ഭാഗം വരുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഇതിൽ കാണിക്കുന്നത്. സൂരജ്, ഞാൻ വിയൂർ സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ജയിലിന്റെ ഗാലോസ് എന്ന് പറയും. നമ്മൾ കഴിമരം എന്ന് പറയത്തില്ല മലയാളത്തിൽ. അതിൻ്റെ ഒരു മിനി സ്ട്രക്ചറാണ് നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ വധശിക്ഷ നടപ്പിലാക്കേണ്ട വ്യക്തി അപൂർവമെന്ന് കോടതിക്ക് തോന്നുന്ന വ്യക്തിയിലാണ് നമ്മൾ സാധാരണ രീതിയിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത്. കേരളത്തിൽ ഏകദേശം 35 പേര്, 2 സ്ത്രീകളും 31 പുരുഷന്മാരും അടക്കം വധശിക്ഷ കാത്ത് കിടപ്പുണ്ട്. അപ്പോൾ വധശിക്ഷ നടപ്പിലാക്കേണ്ട വ്യക്തി പുലർച്ചെ 6 മണിക്ക് മുമ്പ് നമ്മൾ വധശിക്ഷ നടപ്പിലാക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ ബന്ധിച്ച് മുഖം മറച്ച ശേഷം ഗാലോസിൽ നമ്മളിങ്ങനെ കൊണ്ട് നിർത്തിയ ശേഷം ബന്ധപ്പെട്ട ന്യായാധിപൻ, ജയിൽ സൂപ്രണ്ട്, മെഡിക്കൽ ഓഫീസർ ഇവരെ 3 പേരെ സാന്നിധ്യം ഉറപ്പാക്കണം. അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ ഒരു ലിവറുണ്ട്, ഇവിടെ ഒരു ഫെസിലിറ്റി ഉണ്ട്. ആ ഫെസിലിറ്റി വഴി നമ്മൾ താക്കും. ഈ പ്ലാറ്റ്ഫോമിൽ താഴെ പോകും. ശേഷം ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഡോക്ടർ വന്ന് മരണം ഉറപ്പാക്കും. മെഡിക്കൽ ഓഫീസർ വന്ന് മരണം ഉറപ്പാക്കിയ ശേഷം ഡെഡ് ബോഡി നമ്മൾ കയറി നഴിച്ച് ബന്ധുക്കൾ വിട്ടുകൊടുക്കും. ഏകദേശം ഇതേ കണക്കൊരു മെറ്റീരിയലാണ് കയറാണ് നമ്മൾ വധശിക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. 1991 റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കേരളത്തിൽ അവസാനമായിട്ട് നമ്മൾ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഇതുവരെ കേരളത്തിൽ ദുഃഖം കണ്ടില്ല. പല കേസുകളും മേൽക്കോടതിയിൽ പോയി ജീവപര്യന്തമാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നത്.